കണ്ണൂർ പാനൂർ കല്ലിക്കണ്ടി NAM കോളേജിൽ പ്രിൻസിപ്പലിനെ MSF പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്ന് പരാതി. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പ്രിൻസിപ്പൽ AP ഷമീർ ആശുപത്രിയിൽ ചികിത്സ തേടി. കോളേജ് യൂണിയൻ ചെയർമാനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് MSF പ്രവർത്തകർ നടത്തിയ ഉപരോധത്തിനിടെയാണ് സംഭവം. 100ഓളം പ്രവർത്തകർ പ്രിൻസിപ്പലിന്റെ ചേംബറിൽ കയറിയതിന്റെ CCTV ദൃശ്യം മീഡിയ വണ്ണിന് കിട്ടി. കൂടുതൽ വിവരങ്ങളുമായി സൈഫുള്ള കണ്ണൂരിൽ നിന്ന്. സൈഫുള്ള, MSF പ്രവർത്തകർ ഈ പ്രിൻസിപ്പലിന്റെ ചേംബറിനകത്ത് കയറിയിട്ട് അതിക്രമം കാണിക്കുന്നത് ഈ വിഷ്വലിൽ വ്യക്തമാണോ? കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും തമ്മിൽ ഉന്തും തള്ളും നടത്തുന്ന വിഷ്വൽ ഈ ദൃശ്യങ്ങൾ ഇതോടൊപ്പം തന്നെയുണ്ട്. അതിൽ വ്യക്തമാണ് ഇരുവരും തമ്മിൽ ഉന്തും തള്ളും നടത്തുന്നത്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ കൂട്ടമായി വിദ്യാർത്ഥികൾ നിൽക്കുന്നതല്ലാതെ ആക്രമിക്കുന്ന വിഷ്വൽ പുറത്തു വന്നില്ല. പക്ഷേ ഇതിനിടയിലാണ്, ഈ വിദ്യാർത്ഥികളുടെ സമരത്തിനിടയിലാണ്, ഈ ഉന്തും തള്ളും നടക്കുന്നതിനിടയിലാണ് പ്രിൻസിപ്പൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണത്. അങ്ങനെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പാനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ NAM കോളേജ് പ്രിൻസിപ്പൽ AP ഷമീർ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. അവിടെ കോളേജ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രചരണത്തിന് ക്ലാസുകളിൽ കയറി വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്ന ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അതിൽ അറബിക് ക്ലാസ് നടത്തുമ്പോൾ അവിടെ ആളുകൾ, ഈ യൂണിയൻ നേതാവിന്റെ നേതൃത്വത്തിൽ വന്ന ആളുകളെ പ്രചരണം നടത്താൻ വേണ്ടി അറബി അധ്യാപകൻ അനുവദിച്ചില്ല. അങ്ങനെ ഈ യൂണിയൻ ചെയർമാനും അധ്യാപകനും തമ്മിൽ ഒരു വാക്ക് തർക്കം ഉണ്ടായി. അതിൽ അധ്യാപകനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത്. ഈ വിഷയത്തിൽ കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ഡാനിഷിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സസ്പെൻഷൻ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം മാനേജ്മെന്റുമായി നടത്തിയ യോഗത്തിൽ ഡാനിഷിനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ടായിരുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ പറയുന്നത് അത് അധ്യാപകരുടെ ഭാഗത്ത് വന്ന തെറ്റാണ്. ആ പിഴവിൽ മാപ്പ് പറഞ്ഞ് പത്രക്കുറിപ്പ് ഇറക്കണം, കുട്ടികളെ അസംബ്ലി വിളിച്ച് പരസ്യമായി മാപ്പ് പറയണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. അങ്ങനെയാണ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന്റെ ചേംബറിലേക്ക് സമരവുമായി എത്തിയത്. ഉപരോധിക്കുന്നതിനിടയിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ വിദ്യാർത്ഥികളുമായി വാക്കുതർക്കത്തിലും ഉന്തും തള്ളിലും ഏർപ്പെടുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ വിദ്യാർത്ഥികൾ പറയുന്നത് മാന്യമായി സമരം ചെയ്യുമ്പോൾ മാനേജ്മെന്റ് പ്രതിനിധിയാണ് തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതെന്ന് പറയുന്നു. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സമരം ചെയ്തത് MSF പ്രവർത്തകരാണ്. ഈ കോളേജ്, NAM കോളേജ് എന്ന് പറയുന്നത് ലീഗ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള കോളേജാണ്. അങ്ങനെ അവിടെയുള്ള പ്രാദേശിക ലീഗ് നേതൃത്വം ഇടപെട്ടാണ് ഡാനിഷിന്റെ സസ്പെൻഷനൊക്കെ പിൻവലിച്ചത്. പിന്നീടാണ് ഇങ്ങനെയുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങിയത്. ഈ ഉന്തും തള്ളും നടക്കുന്നതിനിടയിലാണ് പ്രിൻസിപ്പൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ ഓക്കെയാണ്. പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന ഒരു BP കൂടിയതാണ് കുഴഞ്ഞു വീഴാൻ കാരണമെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. നിലവിലിപ്പോൾ ഈ സംഭവത്തിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടില്ല. പക്ഷേ കേസുമായി മുന്നോട്ടേക്ക് പോകാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. പ്രിൻസിപ്പൽ പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് തന്നെ കേസ് കൊടുക്കും എന്ന് അറിയിച്ചിട്ടുമുണ്ട്.